അത് മൈഥിലിയാണ്. ജീവനോടെ അടക്കം ചെയ്ത അവൾ ഇന്നൊരു പ്രേതാത്മാവാണ്. അതെ, ഇങ്ങനെ തന്നെയാണ് ഞാനും കേട്ടത്. ആ കാടിനുള്ളിൽ ഇന്നും അലഞ്ഞു തിരിയുന്ന ഒരു ആത്മാവിൻ്റെ കഥ, അതും ഒരു സ്ത്രീയുടെ ആത്മാവ്. പണ്ടുകാലത്ത് തമ്പുരാന്റെ മകളായിരുന്ന ഒരു സ്ത്രീ, ഏകദേശം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായിട്ട് നമുക്കിവളെ കാണാം. എന്നാൽ നരകവേദനകൾക്കപ്പുറം അവൾ മരണപ്പെട്ടതിന് ശേഷം അവൾ പുനർജനിച്ചു. എന്നാൽ അവൾ പുനർജനിച്ചത് ഒരു യക്ഷിയായിട്ടായിരുന്നു, അതും അതിഭയങ്കരമായ ഒരു യക്ഷിയായിട്ട്. ആ വഴി ഏതെങ്കിലും ചെറുപ്പക്കാർ തനിച്ചു പോവുകയാണെങ്കിൽ അവളുടെ വശവതയിൽ മയങ്ങി അവരും അപകടപ്പെടുമായിരുന്നു എന്നായിരുന്നു കഥ. എന്നാൽ ഇതൊരു കെട്ടുകഥ മാത്രമാണെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ എനിക്ക് വന്ന ഒരു മെസ്സേജിൽ അത്തരത്തിലുള്ള ഒരു കഥ ഞാൻ കണ്ടു, അതും ഒരു യഥാർത്ഥ അനുഭവം. ആ കഥ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. പണ്ട് ക്രൂരമായി മരണപ്പെട്ട മൈഥിലിയുടെ കഥ കേൾക്കാം. ആയിരത്തി 1993 കാലഘട്ടത്തിൽ, അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഈ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ ടീ എസ്റ്റേറ്റിൻ്റെ ചില ആവശ്യങ്ങൾക്കായിട്ട് അന്ന് ഊട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ എൻ്റെ സുഹൃത്ത് ഒറ്റയ്ക്കായിരുന്നു ആദ്യം പോവാൻ തീരുമാനിച്ചത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു, നീ തനിയെ പോകണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന്. എന്നാൽ അവൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അവനോട് പറഞ്ഞു, നീ തനിയെ പോകണ്ട, ഞങ്ങളും നിന്റെ കൂടെ വരാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആയിരുന്നു അന്ന് ഊട്ടിയിലേക്ക് യാത്ര തിരിക്കാനായി തീരുമാനിച്ചത്. കേരളത്തിലെ നഗരത്തിൽ ജനിച്ചു വളർന്ന അവർക്ക് ഊട്ടി എന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമായിരുന്നു. പലപ്പോഴും ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട് അവരുടെ ചെറുപ്പകാലങ്ങളിൽ. എന്നാൽ മിക്കവാറും തവണ പോകുന്ന സമയത്ത് അവർ ഊട്ടിയിലേക്ക് ഗൂഡല്ലൂർ വഴി ഊട്ടി അങ്ങനെയുള്ള ചുരം കയറിയായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇത്തവണ അവരതിൽ കണ്ട മാറ്റം മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അവർക്ക് ഊട്ടിയിലേക്കല്ലായിരുന്നു എത്തേണ്ടിയിരുന്നത്, ഊട്ടിക്ക് തൊട്ടടുത്തുള്ള ഒരു ടീ എസ്റ്റേറ്റിലേക്കായിരുന്നു എത്തേണ്ടത്. കാരണം അവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ ലേലം വിളിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത്തരത്തിലായിരുന്നു അവിടെ കച്ചവടങ്ങൾ നടന്നിരുന്നത്. പ്രധാനപ്പെട്ട ചില ബ്രാൻഡ് ഗ്രൂപ്പായ പലരും അന്ന് ലേലം വിളി നടത്തിയായിരുന്നു ഇതുപോലെയുള്ള എസ്റ്റേറ്റുകൾ സെയിൽ ചെയ്തിരുന്നത്. അങ്ങനെ അവരും ഇതുപോലെയായിരുന്നു ആ ഒരു എസ്റ്റേറ്റ് വാങ്ങാനായി അന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ സുഹൃത്തുക്കൾ പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറഞ്ഞു, നമ്മൾ 3 പേരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ 3 പേരിൽ ആര് ഡ്രൈവ് ചെയ്താലും നമുക്കൊരു യാത്ര പോകുന്ന സുഖം ലഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈവറെ വിളിക്കാം. എന്നാൽ അദ്ദേഹം വണ്ടി ഓടിക്കുകയാണെങ്കിലും നമുക്ക് 3 പേർക്കും സംസാരിച്ചും അതുപോലെ മറ്റ് ചില പരിപാടികളിൽ ഏർപ്പെട്ടും അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് കരുതി. എന്നാൽ ഈ 3 പേരും അവിവാഹിതരായിരുന്നു. അവർ 3 പേരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പണമുണ്ടാക്കാനായി ഓടിപ്പായുന്നതിനിടയിൽ അവർ പല കാര്യങ്ങളും മറന്നിരുന്നു. അവർ ചെയ്യാത്ത തെറ്റുകളില്ല. അവർക്ക് 3 പേർക്കും ഒരു മനുഷ്യപ്പറ്റ് പോലുമില്ലാത്ത ആൾക്കാരായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്ന എൻ്റെ ഈ ഫോളോവർ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ 3 പേരും ഒരു ഡ്രൈവറെ വിളിച്ച് ഊട്ടിയിലേക്ക് യാത്രയായി. ഏകദേശം എല്ലാ വഴികളും അവർ പതുക്കെ പതുക്കെയായിരുന്നു പോയിരുന്നത്. കാരണം അവർക്ക് ഏകദേശം ഇന്നാണ് അവർ യാത്ര പോകുന്നതെങ്കിൽ അവർക്ക് നാളെയായിരുന്നു എസ്റ്റേറ്റിൽ ലേലം അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് പതിയെ പോകാമെന്ന ഒരൊറ്റ കണ്ടീഷനിലൂടെയായിരുന്നു സതീശൻ എന്ന് പറഞ്ഞ ഒരു മിഡിൽ ഏജുകാരനായ ഡ്രൈവറെ കൂടെ കൂട്ടിയത്. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഡ്രൈവർ കൂടിയായിരുന്നു അദ്ദേഹം. അവരുടെ ചെറുപ്പകാലം മുതലേ ആ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്ത് പരമ്പരാഗതമായി അവിടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു ഈ ഒരു ഡ്രൈവർ. അങ്ങനെ സതീശനെ കൂട്ടിയായിരുന്നു അവരന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകാനൊരുങ്ങിയത്. ആ സമയത്ത് സതീശനോട് പറഞ്ഞു, നമ്മൾ ഇത്തവണ ഊട്ടിയിലേക്ക് നേർവഴിയല്ല പോകുന്നത്, ഊട്ടിയിൽ ഗൂഡല്ലൂർ വഴി മസനഗുഡി വഴി അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് സതീശൻ അവരോട് പറഞ്ഞു, എപ്പോഴും പോകുന്ന വഴിയെ തന്നെ പോയാൽ പോരെ എന്ന്.
എന്നാൽ എൻ്റെ ഈ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കർശനക്കാരനായിരുന്നു. എന്താവശ്യപ്പെട്ടാലും അവനത് സാധിക്കണമായിരുന്നു. വിമൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ വിമൽ സതീശനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിങ്ങൾ ഇങ്ങോട്ട് അഭിപ്രായമൊന്നും പറയണ്ട എന്ന്. അങ്ങനെ വിമലിൻ്റെ ഇത്തരത്തിലുള്ള മറുപടി കേട്ടത് കൊണ്ട് തന്നെ സതീശൻ പിന്നീട് ഒന്നും തന്നെ മിണ്ടിയില്ല. സതീശൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ച് അവരെല്ലാവരും കൂടെ അന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് പിന്നെ പ്രവേശനമില്ല എന്ന കാര്യം. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങളോ നടപടികളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ ഗൂഡല്ലൂരിൽ നിന്നും മസനഗുഡി വഴി ആ ഒരു കൊടും കാടിന് നടുവിലൂടെ പോകാൻ തുടങ്ങിയത്. പോകുന്ന വഴിയൊക്കെ അവർ അവിടെയും ഇവിടെയൊക്കെയായി വണ്ടി നിർത്തിയതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് പോയിരുന്നത്. അങ്ങനെ ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. കാടിൻ്റെ അതിമനോഹരമായ ഭംഗി ആസ്വദിച്ച് അവർ മുന്നോട്ടേക്ക് പോയി. കാരണം അവർ നഗരത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ രാത്രിയുടെ ഈ കാടിൻ്റെ ഭംഗി അവർക്ക് അറിയില്ലായിരുന്നു. കാരണം അവർ ആദ്യമായിട്ടാണ് ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത്. അവരുടെ വേനൽക്കാല വസതി പണിയാനാണ് ഊട്ടിയിൽ അവർ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നത് എന്ന് കൂടി ഞാൻ ഇതിലൂടെ വ്യക്തമാക്കാം. അങ്ങനെയാണ് അന്നവർ ഊട്ടിയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ പോകുന്ന ഇടയിലാണ് സതീശന് ചില കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി വന്നത്. അത് മൈഥിലിയെ കുറിച്ചായിരുന്നു. മൈഥിലി ആരാണെന്ന് ഞാൻ വഴിയെ പറയാം. അങ്ങനെ അവർ പോകുന്ന വഴിയാണ് അവരുടെ കാറിന് എന്തോ ഒരു കേട് സംഭവിച്ചത്. പെട്ടെന്ന് കൊടും വനത്തിന് നടുവിൽ ഒരു കാറ് നിശ്ചലമായി. എന്നിട്ട് സതീശൻ ഇറങ്ങി ചെക്ക് ചെയ്യുന്ന സമയത്ത് സതീശൻ പറഞ്ഞു, എന്തോ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. കുറേ സമയം ആ വണ്ടി സർവീസ് ചെയ്യാൻ നോക്കിയെങ്കിലും സതീശന് അത് സാധ്യമായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അവർക്കെതിരെ ഒരു ലോറി വരുന്നത് കണ്ടത്. അങ്ങനെ ആ ലോറി ഡ്രൈവറോട് സതീശൻ പറഞ്ഞു, നിങ്ങൾ അടിവാരത്ത് എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ടേക്ക് അയക്കുമോ എന്ന്. അങ്ങനെ ഒരു മെക്കാനിക്കിനെ കാത്ത് അവർ അവിടെ തന്നെ നിന്നു കഴിഞ്ഞു. സതീശൻ പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന് ഇത് സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സതീശൻ വണ്ടിക്ക് അകത്തേക്ക് കയറി. ആ സമയത്ത് അവർ 3 പേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതിൽ വിമൽ ഒരു കാര്യം പറഞ്ഞത്. നല്ല മനോഹരമായ കാഴ്ച, എത്ര മനോഹരമാണ് ഈ കാട്, നമുക്ക് പുറത്തിറങ്ങി ഈ കാടിൻ്റെ വശ്യതയൊന്ന്. വിമലും സുഹൃത്തുക്കളും പുറത്തേക്കിറങ്ങി. എന്നിട്ട് അവിടെ മൊത്തം ഒന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി. എന്നാൽ ആ റോഡിൽ കർശനമായി വിലക്കിയിരുന്ന ഒരു സംഭവമുണ്ട്. അർദ്ധരാത്രി ആ സമയത്ത് വണ്ടി നിർത്തിയാൽ പോലും വണ്ടിയിൽ നിന്നും ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന ഒരു നിയമം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് കരുതി തന്നെ ആയിരുന്നു അവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിമലും സുഹൃത്തുക്കളും ഒരു വേറെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അവർ അന്ന് അവിടെ ഇറങ്ങി. എന്നാൽ ഇറങ്ങുന്ന സമയത്ത് സതീശൻ അവരോട് 1-2 തവണയല്ല അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് തവണ വിമലിനോടും സുഹൃത്തുക്കളോടും അങ്ങോട്ടേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അതിന് ഒരു കാര്യം ഉണ്ടായിരുന്നത് വന്യമൃഗങ്ങളെ ഓർത്തിട്ടല്ല, മൈഥിലിയെ കുറിച്ച് ഓർത്തിട്ടാണ്. മൈഥിലി വീണ്ടും ഒരു സസ്പെൻസ് ആയി നിൽക്കുന്നു. ഞാൻ വഴിയെ പറയാം മൈഥിലിയെക്കുറിച്ച്, അല്ല മൈഥിലിയുടെ കഥയെക്കുറിച്ച്. ചതിയിൽപ്പെട്ട് മരണപ്പെട്ട ഒരു മൈഥിലി, അല്ലെങ്കിൽ ഒരു പാവം പെൺകുട്ടിയെക്കുറിച്ച്. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു വിമൽ പെട്ടെന്ന് ഒരു കാഴ്ച കാണുന്നത്. ആ കാടിന് നടുവിലൂടെ ഒരു സ്ത്രീ നടക്കുന്നത് പോലെ, അതിമനോഹരമായ രൂപമുള്ള ഒരു സ്ത്രീ. പെട്ടെന്ന് വിമൽ തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ആ സമയത്ത് വിമലിനോട് സുഹൃത്തുക്കൾ പറഞ്ഞു, ഓ അടിപൊളി ഒരു പെണ്ണല്ലേ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് വിമൽ പറഞ്ഞു, ശരി നമുക്ക് പോവാം, എന്നിട്ട് അവളെ അങ്ങ് പൊക്കിയെടുക്കാമെന്ന്. പക്ഷേ അവരുടെ ചിന്ത ചെന്നിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. അങ്ങനെ അവർ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് സതീശൻ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞത്, ഒരിക്കലും കാടിനുള്ളിലേക്ക് കയറി പോകരുതെന്ന്. ആ സമയത്ത് വിമൽ പറഞ്ഞു, അത്രയും മനോഹരമായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് എങ്ങനെയാണ് സതീശേട്ടാ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളൊന്ന് പോയി ആസ്വദിച്ചിട്ട് വരാം, ഇത് ഞങ്ങളുടെ കാലമല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വിമൽ കാടിനകത്തേക്ക് സുഹൃത്തുക്കളുമായി കയറാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് വീണ്ടും സതീശൻ അവരെ എതിർത്തു, കൈകൊണ്ട് തടയുക വരെ ചെയ്തു. എന്നിട്ട് ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു, ഇത് കൊടും കാടാണ്, മൈഥിലി വസിക്കുന്ന കാടാണ്, അങ്ങനെ പല കാഴ്ചകളും കാണും. കാടാണ്, ചിലപ്പോൾ ഈ കാട് നമ്മളെ കാഴ്ചകളെ കൊണ്ട് മയക്കും,
അല്ലെങ്കിൽ കാഴ്ചകളെ കൊണ്ട് ചതിക്കുമെന്ന് സതീശൻ അവനോടായി പറഞ്ഞു. എന്നാൽ അതിന് വിമൽ ഒരു മറുപടിയും പറയാതെ പരിഹാസ ചിരിയോടുകൂടി ആ കൈ തട്ടിമാറ്റി അവർ 3 പേരും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അവർ പോകുന്ന സമയത്തൊക്കെ ആ ഒരു സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ അവർക്ക് വിചിത്രമായി സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഏറെ ദൂരം നടന്നിട്ടും അവർ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നില്ല. എന്നാൽ ആ ഒരു സ്ത്രീ അവിടെ നിന്നും എങ്ങോട്ടും പോകുന്നതുമില്ല. അവർ 2 പേരും തുല്യ അളവിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. എന്നാൽ കാട് അവരെ വഴിതെറ്റിക്കുന്ന പോലെ അവർക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ആ സമയത്താണ് വിമൽ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും 3 വഴിയെ പോകാം. ഏതെങ്കിലും ഭാഗത്തിലൂടെ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവൾ ആരുടെ മുന്നിലാണോ എത്തുന്നത് അവർക്ക് പിടിക്കാം. എന്നിട്ട് ആർക്കാണോ ആദ്യം ലഭിക്കുന്നത് അയാൾക്ക് അവളെ എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവർ 3 പേരും 3 ഭാഗത്തേക്ക് പോയ സമയത്ത് അവരുടെ പുറകെ ഈ സതീശനും അവര് തിരഞ്ഞിറങ്ങിയിരുന്നു. എന്നാൽ സതീശൻ അവിടെ എത്തി ഈ 3 പേരെ തിരയുന്ന സമയത്തും സതീശന് ഈ 3 പേരെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെയായിരുന്നു ഈ 3 പേരും ഉൾക്കാട്ടിൽ ഒരു സ്ത്രീയെ തന്നെ തിരഞ്ഞു നടക്കുകയായിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും ആ സ്ത്രീ ഒരുപാട് ദൂരം മറഞ്ഞു പോയിരുന്നു. എന്നാൽ പലപ്പോഴായി ഈ സതീശനടക്കം ആ കാടിനുള്ളിൽ കേട്ടിരുന്ന ഒരു അതിഭയങ്കര ശബ്ദമുണ്ട്. ആരോ ഒരാൾ ഒരു ഭാരമുള്ള ചങ്ങല വളരെ ഇറക്കത്തിലുള്ള സ്ഥലത്തു നിന്നും മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു ശബ്ദവും അതുപോലെ അലറി വിളിച്ചുകൊണ്ടുള്ള ഒരു നിലവിളിയും അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സതീശൻ ആ ഒരു കാര്യം മനസ്സിലോർത്തു, മൈഥിലിയെ കുറിച്ച്. എന്നാൽ ഈ മൈഥിലിയുടെ കഥ ഞാൻ അവരോട് 3 പേരോടും പറഞ്ഞിട്ടുമില്ല എന്ന് മനസ്സിൽ സതീശൻ ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു സതീശന് പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരാൾ കൈ പിടിച്ചത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വിമലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു. സതീശേട്ട, അവരെ ഒന്നും കാണുന്നില്ല, ഞാൻ കുറേ അവരെ തിരഞ്ഞു, ഞങ്ങൾ കണ്ട പെൺകുട്ടിയെയും അവിടെ കാണാനില്ല. ആ സമയത്ത് സതീശൻ പറഞ്ഞു, മോനെ, എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ 2 പേരും തിരിച്ചു വന്നാൽ അത് അവരുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ അവൾ അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വിമലിൻ്റെ സുഹൃത്തായ ഇദ്ദേഹം ചോദിച്ചു, അവൾ കൊന്നു കളയുകയോ? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അതേ കുഞ്ഞ്, ആ കാട്ടിൽ ഒരു യക്ഷിയുണ്ട്. ആ യക്ഷി യുവാക്കളെ ലക്ഷ്യം വെച്ച് അവൾ വശീകരിച്ച് അവരെ കൊല ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ സമയത്ത് വിമലിൻ്റെ സുഹൃത്ത് പറഞ്ഞു, എന്താണ് സതീശേട്ടാ, ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ സമയത്ത് വീണ്ടും സതീശൻ പറഞ്ഞു, വിശ്വസിക്കണം മോനെ, അതിന് ഒരു കഥയുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു അമാനുഷികമായ കഥ, അത് ഞാൻ പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട് ഭരിച്ചിരുന്ന ഇവിടുത്തെ ഒരു യജമാനനുണ്ടായിരുന്നു. ആ യജമാനന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അതിസുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യം പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഒരു അതിസുന്ദരിയായ യുവതി. എന്നാൽ ആ യുവതിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരൻ അവരുടെ കുലമോ ഗോത്രമോ ആയിരുന്നില്ല. ആ ചെറുപ്പക്കാരൻ ആ കാടിനുള്ളിൽ ജീവിച്ചിരുന്ന ഒരു ആദിവാസിയുടെ മകനായിരുന്നു. എന്നാൽ അതീവ സുന്ദരനായ ഇവനെ കണ്ടായിരുന്നു അന്ന് മൈഥിലി മോഹിച്ചിരുന്നത്. മൈഥിലിയെ അവനും ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്ന സമയത്ത് അവരുടെ അടുപ്പം ഏറി വന്നു. അങ്ങനെ ഒരിക്കലാണ് അവരുടെ അടുപ്പം ആ ഒരു യജമാനൻ അറിയുന്നത്. യജമാനൻ അറിഞ്ഞതിന് ശേഷം അവളെ അതിക്രൂരമായി വീട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവളെ 2 കൈകളും 2 കാലുകളും ഒരു ചങ്ങലയിൽ ബന്ധിച്ച് അവിടുത്തെ കൊട്ടാരത്തിൻ്റെ ഭൂഗർഭ അറയായ ഒരു മുറിയിൽ അടച്ചു വെച്ചു. അങ്ങനെ ഭക്ഷണം മാത്രമേ പിന്നീട് മൈഥിലിക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നുള്ളൂ. പിന്നീട് ഒരിക്കലാണ് അവിടുത്തെ ഒരു പണിക്കാരി ഭക്ഷണം കൊണ്ട് ചെന്നപ്പോൾ മൈഥിലി അവിടെ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത്. അവളെ നോക്കാനായി പുറത്തുനിന്നും വന്ന വൈദ്യൻ പറഞ്ഞു, അവൾ ഗർഭിണിയാണ്, ഏകദേശം 5 മാസമായി കാണുമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു യജമാനന് വളരെയധികം ദേഷ്യം വന്നു. എന്നാൽ യജമാനൻ ആ സമയത്തൊന്നും ഒന്നും ചെയ്തില്ല. യജമാനൻ കാത്തിരുന്നു. ഏകദേശം 8 മാസം നിറഗർഭിണിയായിരിക്കുന്ന സമയത്ത് മൈഥിലിയെ ആ ചെങ്ങലയോടെ അവിടെ നിന്നും പുറത്തേക്കെടുത്തതിന് ശേഷം ആ ഒരു കാടിനുള്ളിൽ അവർ ഇന്നും കണ്ടുമുട്ടാറുണ്ടായിരുന്ന ആ സ്ഥലത്ത് ആ ചങ്ങലയോടുകൂടി ജീവനോടെ അവളെ അടക്കം ചെയ്തു. ജീവനോടെ എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിലേക്കും അവളുടെ മുഖത്തിലേക്കും അവസാനത്തെ മണ്ണ് പതിക്കും വരെ അവൾ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു. അവളുടെ വയറ്റിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി അവൾ നിലവിളിച്ചു. എന്നാൽ തൻ്റെ തറവാടിൻ്റെ
പാരമ്പര്യവും അതുപോലെ അവിടുത്തെ സൽപ്പേരുമോർത്ത് ആ യജമാനൻ സ്വന്തം മകളെ അതിക്രൂരമായി അവിടെ തന്നെ കൊല ചെയ്തു. എന്നാൽ അവളെ കൊല ചെയ്ത ശേഷം ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു ആദിവാസി യുവാവും സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് മൈഥിലി ഒരു രക്തയക്ഷിയായി അവതരിച്ച് അവിടെ ഉണ്ടായിരുന്ന പലരെയും പകവരുത്തി എന്നും കഥകൾ പറയുന്നുണ്ട്. എന്തിന്, സ്വന്തം അച്ഛനായ യജമാനനെ പോലും മൈഥിലി വകവരുത്തി എന്നാണ് പറയുന്നത്. ആ കൊട്ടാരത്തിൽ ഒരു അനന്തരാവകാശികളെ പോലും ബാക്കി വെക്കാതെ മൈഥിലി എല്ലാവരെയും വേട്ടയാടി. ഈ മൈഥിലി എന്ന യക്ഷി സങ്കല്പം നമ്മുടെ കള്ളിയംകാട്ട് നീലി എന്ന ആ ഒരു ഭാഗത്തേക്ക് അറിയപ്പെട്ടിരുന്നു. കാരണം കള്ളിയംകാട്ട് നീലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും കള്ളിയംകാട്ട് നീലി പല യക്ഷി സങ്കല്പത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ചിലപ്പോൾ മൈഥിലിയുടെ ശരീരവും ആ ഒരു യക്ഷി സ്വന്തമാക്കിയത്. എന്നിട്ട് അതിനുശേഷം ആ ഒരു ഭാഗത്ത് ഈ ഒരു യക്ഷി ഒരുപാട് സമയം വിഹാരം നടത്തിയതായും പറയാറുണ്ട് അവിടുത്തെ നാട്ടുകാർ. പിന്നീട് ഒരിക്കലാണ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അവൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നില്ല. ആ ഭാഗത്തേക്ക് വരുന്ന കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ മാത്രം അവൾ വകവരുത്തുമായിരുന്നു. അവൾ അവരോട് പ്രതികാരം വീട്ടുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ആരെങ്കിലും ആ ഒരു വഴി കടന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവൾ അവരെ അവിടെ നിർത്തിയതിനു ശേഷം വണ്ടിയിൽ വരികയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻസ്, നടന്നു വരികയാണെങ്കിൽ എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അവരെ അവിടെ തന്നെ ചുറ്റിക്കറങ്ങാൻ അവൾ അനുവദിക്കുമായിരുന്നു. പിന്നീട് അതിസുന്ദരിയുടെ വേഷം ധരിച്ച് അവരുടെ മുന്നിലേക്ക് അവൾ എത്തും. ആ ഒരു സൗന്ദര്യത്തിൽ മയങ്ങാത്തവരായി ഒരു യുവാക്കളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവളുടെ പുറകെ തിരഞ്ഞെത്തുന്ന അവരെ പിന്നീട് കാണുന്നത് ഏതെങ്കിലും ഒരു അടിവാരത്തിൽ ചോര പറ്റിയ രീതിയിൽ അവരെ കാണുമായിരുന്നു എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഈ മൈഥിലിയുടെ വരവെന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. അവളുടെ അതിഭയങ്കരമായ ഒരു അലർച്ചയും ഒപ്പം കയ്യിലും കാലിലും ഒരു ചങ്ങലയിൽ ബന്ധസ്ഥമായ രീതിയിൽ ഒരു സ്ത്രീ ഒരു കുന്നിൻ ചെരുവിൽ നിന്നും മുകളിലേക്ക് ചങ്ങല വലിച്ചു വരുന്ന ആ ഒരു കാഴ്ചയാണ് അതിഭീകരമായ കാഴ്ച. ആ ഗ്രാമത്തിലെ പലരും ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗണപതി ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിഷ്ഠയായിരുന്നു മൈഥിലിയെ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കാതെ തടഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് സതീശൻ വിമലിന്റെ സുഹൃത്തിനോട് പറഞ്ഞു. എന്നാൽ ഈ കഥ പറഞ്ഞു തീരുമുന്നേ പുറകിൽ നിന്നും വിമലും തൻ്റെ മറ്റൊരു സുഹൃത്തും ഓടി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അവളെ ഒരുപാട് നോക്കി, എവിടെയും കണ്ടില്ല. എന്നാൽ കാടിനുള്ളിൽ നിന്നും ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ട് ആ ഒരു ചങ്ങല ശബ്ദത്തിൻ്റെ പുറകെ പോയെങ്കിലും ഞങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. എന്നാൽ കുറേ ദൂരം ചെന്ന് നോക്കുമ്പോഴായിരുന്നു ദൂരെ ഒരു മരത്തിൻ്റെ താഴെയായി ഒരു സ്ത്രീ തൻ്റെ കാലിലും കയ്യിലും ചെങ്ങല അണിഞ്ഞ രീതിയിൽ നിൽക്കുന്നത് കണ്ടത്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടി തോന്നി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ട് തിരിച്ച് ഓടുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് സതീശനോട് വിമൽ പറഞ്ഞു. ആ സമയത്ത് സതീശന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കഥകളെല്ലാം അറിഞ്ഞിരുന്ന തൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം, അത് മൈഥിലിയുടെ ആത്മാവാണെന്നാണ് സതീശൻ പറഞ്ഞത്. ആ സമയത്ത് അവരോടും കൂടെ ഈ ഒരു കഥ മുഴുവനായി പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ആ ഒരു മെക്കാനിക്കിനെ വരാൻ പോലും കാത്തു നിൽക്കാതെ എങ്ങനെയൊക്കെയോ ആ ഒരു വണ്ടി താൽക്കാലികമായി റിപ്പയർ ചെയ്ത് അവരെല്ലാവരും ഊട്ടിയിലേക്ക് പോയി. എന്നാൽ ഊട്ടിയിലേക്ക് പോകും വഴി അവരുടെ വണ്ടി പിന്നെയും ഫോറസ്റ്റ് നിശ്ചലമായി. എന്നാൽ ഇത്തവണ അവർ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അവർ അവിടെ നിന്നും ഓടാനായി തീരുമാനിച്ചു. ഏകദേശം അതിവേഗത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സതീശൻ അവരോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അവർ 4 പേരും അന്ന് ആ ഒരു ഗണപതി ക്ഷേത്രത്തിലെത്തി. അവിടെ അവർ എത്തിയ സമയത്ത് ആ ഒരു ക്ഷേത്രത്തിന് കാവലായി ഒരു പടുവൃദ്ധൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ വരവ് കണ്ടതോടെ ആ ഒരു വൃദ്ധൻ എഴുന്നേറ്റിരുന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ മൈഥിലിയെ കണ്ടു അല്ലേ എന്ന്. അതൊരു ചിരി കലർന്ന ഒരു നിസ്സഹായതയുള്ള പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ക്ഷേത്ര പരിസരത്ത് എത്തിയത് കൊണ്ട് തന്നെ അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവില്ല. അതിപുലർച്ചെ ഇവിടെ നിന്നും പോയി നിങ്ങളുടെ വണ്ടിയും എടുത്ത് നിങ്ങൾക്ക് പോവേണ്ട സ്ഥലത്തേക്ക് പോവാമെന്ന് പറഞ്ഞ്
അന്നത്തെ രാത്രി അവർ അവിടെ തന്നെ കിടന്നു. എന്നാൽ അവർക്കും 4 പേർക്കും ഉറക്കം മുറുകിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുത്ത് അവർ അവിടെ നിന്നും അവരുടെ ആ ഒരു ജീപ്പിനടുത്തേക്ക് ചെന്ന സമയത്ത് ആ ജീപ്പിൻ്റെ ചില്ലുകളിൽ മുഴുവൻ ഒരു കൈകൊണ്ട് ആരോ രക്തക്കറ അമർത്തിയ പോലുള്ള രക്തം കൊണ്ട് പതിഞ്ഞ ഒരു പാടുണ്ടായിരുന്നു ആ ഒരു കാറിൻ്റെ പല ഗ്ലാസുകളിലും. അത് മാത്രമായിരുന്നില്ല അവിടെ സംഭവിച്ചത്. ആ ഒരു കാറിനടുത്ത് ഒരു കൊലുസ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വിമൽ ഉടനെ തന്നെ ആ ഒരു കൊലുസെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. ഇത്രയൊക്കെ നടന്നിട്ടും വിമൽ ഇതൊന്നും കാര്യമാക്കാതെ ആ ഒരു കൊലുസ് പോക്കറ്റിലിട്ടു. ആ ചുരം കയറാൻ തുടങ്ങി. എന്നാൽ അവർ ആ ചുരം കയറുന്ന സമയത്ത് ആ കാറിനുള്ളിൽ നിന്നും അവർ ഇന്നലെ കേട്ട അതേ തരത്തിലുള്ള ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചെങ്കിലും ആർക്കും തന്നെ ശബ്ദത്തിന്റെ ഉറവിടമോ ആ ശബ്ദത്തിന്റെ കാരണമോ മനസ്സിലായില്ല. അങ്ങനെ അവർ ഊട്ടിയിലെത്തി. അന്നത്തെ എസ്റ്റേറ്റിന്റെ ലേലത്തിലും പങ്കെടുത്ത് അടുത്ത ദിവസം അവർ തിരികെ പോരാമെന്ന് കരുതുന്ന സമയത്ത് അവർ അവിടെ തന്നെ അന്ന് താമസിക്കേണ്ടതായി വരുന്നു. ആ എസ്റ്റേറ്റ് ലേലം വിളിച്ച് അത് അവർക്ക് തന്നെ ലഭിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സുകൾ തീർക്കാനുള്ളത് കൊണ്ട് തന്നെ അന്ന് അവർ അവിടെ തന്നെ താമസിച്ചു. എന്നാൽ അന്ന് രാത്രി അവർ താമസിക്കാനെടുത്ത പഴയ വീട്ടിൽ അന്ന് രാത്രി വീടിന് ചുറ്റും ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേൾക്കാനുണ്ടായ കാരണം മൈഥിലി ആ ഒരു ചെറുപ്പക്കാരന് സമ്മാനിച്ച കൊലുസ് കാരണമായിരുന്നു എന്ന് വിമൽ ആ ഒരു നിമിഷം വരെ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അന്നത്തെ രാത്രിയും അവർ താമസിക്കാനെടുത്ത ഒരു വീടിന് ചുറ്റും ചങ്ങല വലിച്ചു നടക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം കണ്ടു എന്ന് പറയുന്നു. എന്നാൽ ഇത്തവണ കണ്ട കാഴ്ചയിൽ ഒരു വ്യത്യാസമുണ്ട്. ആ സ്ത്രീയുടെ കൂടെ ഒരു കൊച്ചു കുഞ്ഞുമുണ്ടായിരുന്നു. ആ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് വിമൽ പോക്കറ്റിൽ ഒന്ന് തപ്പി നോക്കുമ്പോൾ അവന് കൊലുസിന്റെ കാര്യം ഓർമ്മ വന്നത്. കൊലുസ് എടുത്തത് കൊണ്ടാണ് ആത്മാവ് തങ്ങളെ പിന്തുടരുന്നു എന്ന ഒരു കാര്യം സതീശനോടും സുഹൃത്തുക്കളോടും പറഞ്ഞു. അതിന് സതീശനും സുഹൃത്തുക്കളും വിമലിനെ ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും അവർക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇത്രയൊക്കെ ഇന്നലെ അനുഭവിച്ചിട്ടും നീ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി എന്നായിരുന്നു സതീശൻ അവസാനമായി പറഞ്ഞത്. എന്നാൽ പിന്നീട് അവർക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അവരെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുകൂടി എന്നോട് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ബാക്കി കഥ മാത്രം എന്നോട് അദ്ദേഹം പറഞ്ഞില്ല. കാരണം ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി കഥ കൂടി പറയാൻ എനിക്ക് പേടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഒരു സങ്കല്പ കഥയായി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെയുള്ള ആത്മാക്കളുടെ ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്.